ഹായ് ഹലോ, നമുക്കിന്നൊരു ചിക്കൻ ചുക്ക ഉണ്ടാക്കിയാലോ. അതിനു വേണ്ടി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലപോലെ ചൂടാകുമ്പോൾ അതിൻ്റെ അകത്ത് നൈസായിട്ട് മുറിച്ച സവാളയും കൂടെ ഇട്ട് നല്ലപോലെ ഗോൾഡൻ കളറാകുന്നവരെ ഇളക്കി നല്ല ഗോൾഡൻ കളറാകുമ്പം കോരി അരിപ്പയിലിട്ട് അതിൻ്റെ എണ്ണ കംപ്ലീറ്റ് കളഞ്ഞ് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം ഒരു പാത്രത്തിൽ ചിക്കൻ എടുത്തിട്ടു. ആ ചിക്കൻ്റെ അകത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് നമ്മൾ നല്ല ഗോൾഡൻ കളറാക്കി വറുത്ത് കോരി വെച്ച സവാളയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുക. അതും ചേർത്ത് നല്ലപോലെ കൈവച്ച് നല്ലപോലെ മിക്സാക്കി നല്ല മിക്സായി തോന്നിയിട്ടാകുമ്പോൾ മിക്സായി കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഒരു സ്പൂണ് തൈരും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ലപോലെ മിക്സാക്കി. അപ്പോൾ ഞാൻ ഓൾറെഡി ഉപ്പ് ചേർത്ത് ചിക്കനായിരുന്നു, കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു. അപ്പോൾ തൈരും കൂടെ ചേർക്കുമ്പോൾ കുറച്ച് കുറയുമെന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് അതിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ ജോയിൻ്റാക്കി അവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചു. അതിനുശേഷം ആ പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കനും അതിൻ്റെ അകത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കിയ ശേഷം ചെറുതായി മുറിച്ച തക്കാളിയും ഒരു പച്ചമുളക് കീറിയിട്ടതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അടപ്പ് വെച്ചാടെ അടച്ചു വെച്ചു. എന്നിട്ട് കുറച്ച് കഴിയുമ്പം അത് തുറന്ന് അതിൻ്റെ അകത്ത് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് 2 സ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി ജോയിൻ്റാക്കി കറക്റ്റ് ഉപ്പും എല്ലാം ഒന്ന് നോക്കി കറിവേപ്പിലയെല്ലാം ഇട്ട് ഒന്നും കൂടെ നല്ലപോലെ ഇളക്കി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ അകത്തിട്ടു. എരിവും കറക്റ്റാണോ ഉപ്പും കറക്റ്റാണോ എന്നെല്ലാം നോക്കി നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി മിക്സാക്കി അടച്ച് വെച്ചു. കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ തുറന്നു നോക്കുമ്പോഴത്തേനും നമ്മളെ വെള്ളമെല്ലാം ഏകദേശം വറ്റി നമ്മളെ പാകത്തിനുള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ഒരു ചിക്കൻ ചുക്ക റെഡി. ഓക്കേ.